ഇന്നത്തെ കാറ്റത്തെ കിളിക്കൂട് എപ്പിസോഡ്. നിങ്ങൾക്ക് പോവാം, ഇനി 1-2 തവണ കോടതിയിൽ വരേണ്ടി വരും. അപ്പോൾ കോടതിയെ അറിയിക്കും. മേഡം, ഡിവോഴ്സിന് തടസ്സമൊന്നും ഇല്ലല്ലോ. കുട്ടിയുടെ ഈ സ്റ്റാൻഡാണെങ്കിൽ ഡിവോഴ്സിന് തടസ്സമൊന്നും ഉണ്ടാകില്ല. എന്നാൽ ശരി മേഡം. അവർ ചോദിക്കുമ്പോഴൊക്കെ നമ്മൾ പ്രേമിച്ചാൽ കല്യാണം കഴിച്ചതെന്ന് പറയുന്നത് എന്തിനാ? നമ്മൾ പ്രേമിച്ചാണോ കല്യാണം കഴിച്ചത്? ഇപ്പം കുറ്റം മുഴുവൻ എനിക്കാണോ? വേറെന്ത് പറയാനാ? അറേഞ്ച് മാരേജ് ആണെന്ന് പറയണോ? വേറെ ഒരു കല്യാണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കള്ളക്കല്യാണം നടത്തിയെന്ന് പറയണോ? കൂടെ എന്ന പോലീസുകാർ പോലും പ്രതികളായി പോവും. മാനനഷ്ടത്തിന് ഓസ്ട്രേലിയൻ കങ്ങാര് കേസ് പോലും കൊടുക്കും. തൻ്റെ അച്ഛൻ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. അതിലും നല്ലത് പ്രേമിച്ച് കല്യാണം കഴിച്ചെന്ന് പറഞ്ഞാൽ പോരെയോ? പ്രേമിച്ച് കല്യാണം കഴിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഡിവോഴ്സ് കിട്ടാതിരിക്കുന്നില്ലല്ലോ, അതും ശരിയാണ്. ഞാൻ അത്ര ഉദ്ദേശിച്ചതുമില്ല, ഞാൻ അത്ര വിചാരിച്ചതുമില്ല. തനിക്കപ്പോൾ ബുദ്ധിയുണ്ടല്ലേ? താൻ വിചാരിക്കുന്നതിനേക്കാളും എനിക്ക് ബുദ്ധിയുണ്ട്. അതുകൊണ്ടല്ലേ താൻ എൻ്റെ കൂടെ നിൽക്കുന്നത്. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. എന്നാൽ നമുക്ക് എന്തെങ്കിലും കഴിക്കാം, ബാ. ഡിവോഴ്സ് കിട്ടിയ സുധീഷിന് ഞാൻ ഉഗ്രം പാർട്ടി തരും. എന്ത് പാർട്ടി? ഒരു സ്റ്റാർ ഹോട്ടലിൽ ഡിന്നർ. അങ്ങനെയുണ്ടോ? ഞാനായിട്ടാണ് നിങ്ങളെ ഈ പ്രശ്നത്തിൽ കുടുക്കിയത്. കുറച്ച് നാളുകൂടെ കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാം. ഞാനല്ലേ ഹാപ്പി ട്രീറ്റ് തരേണ്ട ഉത്തരവാദിത്തം. ഇവളെന്താ ഇങ്ങനെ? എൻ്റെ ഫീലിങ്സ് എന്താ ഇവക്ക് മനസ്സിലാവാത്തത്? സുധീഷ് മനസ്സിൽ പറയുന്നു. ആലോചിക്കുമ്പോൾ ഒരു വിഷമമൊക്കെ ഉണ്ട്. എന്ത്? നിങ്ങൾ വേറെ കല്യാണം ആലോചിക്കുമ്പോഴേ സെക്കൻഡ് മാരേജ് ആണെന്ന് പറയും. അതോർത്തൊരു വിഷമം. മേഡം, ഞങ്ങൾ കല്യാണം ആലോചിക്കുമ്പോഴേ മേഡത്തിനെയും കൂടെ വിളിക്കാം. അവിടെ വന്ന് ആ പെൺകുട്ടിയോട് പറഞ്ഞാൽ മതി, ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ല, അഡ്ജസ്റ്റ്മെൻറ്റ് കല്യാണമാണെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഞാൻ ഉറപ്പായിട്ട് വരും. എൻ്റെ കാര്യത്തിന് എന്തൊരു ഉത്കണ്ഠ. പിന്നെ കാണാതിരിക്കുമോ? ആദ്യമായിട്ട് കെട്ടിയത് തന്നെ ചവിട്ടി തേച്ചുകൊണ്ടാണ് പോകുന്നത്, പിന്നെയല്ലേ രണ്ടാമത് കെട്ടുന്നത്. ദേ, ആ ചുണ്ടിൻ്റെ സൈഡിൽ പപ്സ് ഇരിക്കുന്നു. സുധീഷ് തുടയ്ക്കുന്നു. അവിടെയല്ല, ഇപ്പുറത്ത്. അപ്പം നിധി അവിടെ ഇരുന്ന ടിഷ്യൂ എടുത്ത് സുധീഷിൻ്റെ ചുണ്ടത്തെ പപ്സിൻ്റെ പൊടി തുടയ്ക്കുന്നു. നിധി ജ്യൂസ് ഓടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സുധീഷ് പിന്നെയും പപ്സിൻ്റെ പൊടി എടുത്ത് പറ്റിക്കുന്നു. നിധി നോക്കുമ്പോൾ പിന്നെയും പപ്സിൻ്റെ പൊടി പറ്റിയിരിക്കുന്നു. എന്താ, തുടയ്ക്കാൻ ടിഷ്യൂ വേണോ? കൈയെത്തുന്ന സ്ഥലമല്ലേ, തന്നെ അങ്ങ് തുടച്ചേരെ. ശരിയാ, കൈയെത്തുന്ന സ്ഥലം തന്നെയാ. ഡിവോഴ്സ് ആയതിനു ശേഷം ജോളിയായിട്ട് വന്ന് ഭക്ഷണം കഴിക്കുന്ന കപ്പിള് നമ്മളായിരിക്കും. കപ്പിളോ? ഒരാണും പെണ്ണും. അത് ശരിയാ. അതിനൊരു കാരണമുണ്ട്. നമ്മൾ ഇതുവരെ മനസ്സുകൊണ്ട് ഭാര്യയും ഭർത്താവുമായി കണ്ടിട്ടില്ല. അതിനിടയിൽ വഴക്കും പകയും വ്യത്യാസത്തിൻ്റെ ഒരു കാര്യവുമില്ല. ഇന്ന് വരെ ഫ്രണ്ടായിട്ടാണ് കാണുന്നത്. ഇനി മുതലും അങ്ങനെ തന്നെ കാണും. ഇന്ന് അവിടെ വന്നിട്ടുള്ളവരെല്ലാം എന്ത് സ്നേഹിച്ചാണ് കഴിഞ്ഞത്. ഇപ്പം പലരും ശത്രുക്കളെ പോലെയാണ്. നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മുടെ സ്നേഹം മനസ്സിലാക്കാത്തപ്പോഴാണ്. ആണോ? അതെ. ഇന്ന് ഇയാളെ കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്ത്? അല്ല, എന്നും നല്ല ഭംഗിയുണ്ട്, പക്ഷേ ഇന്ന് ഏറെ ഭംഗിയുണ്ട്. താങ്ക് യു. ഇന്ന് മനസ്സിൻ്റെ ഭാരങ്ങളെല്ലാം ഇറക്കി വെച്ചതുകൊണ്ടായിരിക്കും. ഇനി എത്ര തവണ കൗൺസിലിങ്ങിന് പോകണമായിരിക്കുമോ? ഡിവോഴ്സ് തരാതിരിക്കാൻ വേണ്ടി അവർ മോട്ടീവ് ചെയ്യുന്നുണ്ട്. എന്നോടും അങ്ങനെയാണ് സംസാരിച്ചത്. അത് കേട്ടപ്പോഴാണെങ്കിൽ ഡിവോഴ്സ് വേണ്ട, ഇയാളോടൊപ്പം ജീവിച്ചാൽ മതിയെന്ന് തോന്നി. അയ്യാടാ, തമാശയ്ക്കാണെങ്കിലും വേണ്ട. നമ്മൾ രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലുള്ളയാണ്. നമ്മൾ ഒരിക്കലും സെറ്റാകാൻ പോകുന്നില്ല. അങ്ങനെ ആലോചിക്കാൻ പോലും പാടില്ല. ഇവൾ എന്തെങ്കിലും പറഞ്ഞാൽ തലയ്ക്കടിക്കുന്ന മറുപടിയാണല്ലോ. ദുഷ്ട. എന്താ ആലോചിക്കുന്നത്? അല്ല, നമ്മൾ കുടിച്ചു കഴിഞ്ഞെങ്കിൽ പോവാന്ന് പറഞ്ഞേ. എന്നാൽ ശരി, ബാ. പിന്നെ കാണിക്കുന്ന ഹരീഷിൻ്റെ കടയാണ്. എടാ ചന്തു, നമ്മുടെ സാറ് നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്. അന്ന് നമ്മൾ ചായ കുടിക്കാൻ പോയപ്പോൾ എന്തോ സംഭവിച്ചിട്ടുണ്ട്. പ്രേമത്തിൻ്റെ പെഗ്ഗടിച്ച് പോയെന്ന് തോന്നുന്നു. അതിനുശേഷം ചുമ്മാതിരിക്കുന്ന ബൈക്കിൻ്റെ വാൾവ് വരെ ഊരിക്കളയുന്നു. പെട്രോൾ ഒഴിക്കേണ്ടടുത്ത് ഓയിൽ ഒഴിക്കുന്നു. ബൈക്ക് ശരിയാക്കി വെച്ചതിൻ്റെ ബ്രേക്ക് ഊരിവിടുന്നു. എടാ, എൻജിൻ കംപ്ലീറ്റ്ലി ലീക്ക്. എടാ നിർത്തടാ. ഇത്ര വിഷമം ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചൂടെ? ആർക്ക് വിഷമം? എനിക്ക് വിഷമമൊന്നുമില്ല. മണ്ടനായിരുന്ന അവനെ പൊട്ടനാക്കല്ലേ. നിങ്ങളുടെ രീതി കണ്ടാൽ നമുക്കറിയാം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മിസ്സായി പോകുന്നു. കാമുകനും കാമുകിയായ ഇടയ്ക്കിടയ്ക്ക് മിസ് ചെയ്യുന്നു, ലവ് ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് മെസ്സേജ് ഇട്. ഹരീഷേട്ടാ, ഇത്രയും നേരം ഞങ്ങൾ തമാശയാണ് പറഞ്ഞത്. ആ കുട്ടി ഉടക്കി പോയതിന് ശേഷം ഹരീഷേട്ടൻ്റെ റിലേ പോയി കിടക്കുക. അതിനത് തിരിച്ച് പിടിക്കണ്ടേ? അത് തിരിച്ച് പിടിച്ച് ചാർജ് ആക്കണ്ടേ? അതിനവൾ വരുന്നതല്ലേ നല്ലത്. ഫോൺ എടുത്ത് മെസ്സേജ് അയക്കും ഹരീഷേട്ടാ. അപ്പോഴത്തേനും ഞാനും ചന്തുവും പോയി കടയിൽ പോയി ചായ കുടിച്ചിട്ട് വരാം. അപ്പോഴത്തേനും ഹരീഷ് മെസ്സേജ് അയക്കുന്നു. അപ്പം നീ ഇത് നോക്കുന്നുണ്ട്. വലുതായിട്ട് മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നല്ലോ. ഹരീഷ് മനസ്സിൽ പറയുന്നു, വേണ്ട, അല്ലെങ്കിൽ തന്നെ പ്രശ്നമാണ്. പിന്നെ കാണിക്കുന്ന സുധീഷ് പോലീസിനെ കാണാൻ വരുന്നതാ. സാറിന് ചായ എടുക്കട്ടെ? ഈ സമയത്തോ? എനിക്ക് വേണ്ട. എനിക്ക് 10 പൊറോട്ടയും 3 ബീഫ് ഫ്രൈയും കൂടെ പാഴ്സൽ. ഇപ്പം 3 എണ്ണം പൊറോട്ട കഴിക്കാനും ഒരു ബീഫ് കറിയും കൂടി. സാറേ, പിള്ളേർക്ക് വേണ്ടയാ? വേണ്ട, പിള്ളേർ അവിടെ ഇല്ല. ഭാഗ്യം. സുധീഷേ, നീ എന്നെ കാണേണ്ട കാര്യമില്ല. കാണേണ്ട രീതിയിൽ കണ്ടാലേ പറ്റത്തുള്ളൂ സുധീഷേ. ഇതിൽ പോലീസ് ഇടപെടേണ്ട കാര്യമില്ല. ഇതിനകത്ത് ആ കുട്ടി HSOയ്ക്ക് അങ്ങനെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ എന്താവുമെന്ന് നിനക്കറിയാമല്ലോ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഞാൻ ഉറപ്പായി വാക്ക് തരുന്നു. ഇവിടുത്തെ സ്റ്റേഷനിൽ എൻ്റെ ലൈസൻസ് മേടിച്ച് പിടിച്ചു വെച്ചേക്കുക. അതുകൊണ്ട് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തു തരണം. ലൈസൻസ് മേടിച്ച് പിടിച്ചു വെച്ചിരിക്കുന്നതാണോ? എന്തിന്? ഞാൻ SIയുടെ മോൻ്റെ വണ്ടി ഒന്ന് തട്ടി. ഞാനും അവന് ചെറിയ അടക്കമുണ്ടായി. അവനെ കയറി ഞാൻ തല്ലി. ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ടാണോ നീ എന്നെ വിളിച്ചത്? എൻ്റെ തൊപ്പി തെറിക്കുന്ന കേസാ സാറേ. സാറ് സഹായിച്ചാലേ പറ്റൂ, പ്ലീസ്. ആദ്യം പൊറോട്ട വരട്ടെ, എന്നിട്ട് ആലോചിക്കാം. പിന്നെ കാണിക്കുന്ന വീടാണ്. സുഭാഷിയുടെ നികേഷിനോട് ചോദിക്കുന്നു, അവരൊന്നും വന്നില്ലേ? വന്ന്. സുധീഷേട്ടൻ വന്നില്ല. അപ്പം നിധിയേട്ടത്തെ അകത്തുണ്ട്. മോളെ നിധി, ദാ വരുന്നു സുഭാഷേട്ടാ. പ്രശ്നമൊന്നുമില്ലല്ലോ. പ്രശ്നമൊന്നുമില്ല. ഡിവോഴ്സിന് അപ്ലൈ ചെയ്തില്ല. അപ്ലൈ ചെയ്ത്. ഇനി എത്ര നാളെടുക്കും? അത്ര പെട്ടെന്നൊന്നും ശരിയാവത്തില്ല. മിനിമം ഒരു 6 മാസമെങ്കിലും എടുക്കും. കോടതിയിലെ പ്രൊസീജിയർ അല്ലയോ. പിന്നെ കൗൺസിലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ ഇരുന്ന് സംസാരിക്കും.
എന്താ നിങ്ങളുടെ പ്രശ്നം? എന്തിനാ ഡിവോഴ്സ് ചെയ്യാനുള്ള കാരണം? കുരുക്ക് വന്നു കഴിഞ്ഞാൽ അഴിച്ചെടുക്കാൻ വലിയ പാടാ. എന്നോട് സുധീഷിനോട് കൗൺസിലിംഗ് കുറേ സംസാരിച്ചു. പിന്നെ അടുത്ത ഡേറ്റും എടുത്ത് ഞങ്ങളെ ഇങ്ങ് പറഞ്ഞു വിട്ടു. ഇനിയും പോണം. രണ്ടുപേര് കല്യാണം കഴിക്കാൻ നേരത്തെ ചെന്നപ്പോൾ ഈ ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നത് കണ്ടില്ല. ഇഷ്ടമാണോ, താല്പര്യമുണ്ടോ? ഡിവോഴ്സിന് ചെന്നപ്പോൾ 100 ചോദ്യങ്ങളാ. സുധീഷേട്ടൻ ഇതിന് ഓക്കെയാണോ? നീ എന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, വെറുതെ ഞാൻ ചോദിച്ചതാ. സുധീഷേട്ടൻ കോടതിയിൽ പോയിട്ട് ഇതുവരെ വന്നില്ല, അതുകൊണ്ട് ചോദിച്ചതാ. നീ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട, സുധീഷ് ഇപ്പം വരും. കാണിക്കുന്നത് സുധീഷിനെ ആ സാറിനെയാണ്. ഇനി ആ കുട്ടിയെ വിളിക്കാൻ പറയില്ലേ? ഇല്ല, ഞാൻ ഇനി പറയത്തതേ ഇല്ല. സാറേ, ഫോൺ വിളിക്കാൻ നേരത്ത് സ്പീക്കറിലൊന്നും ഇടാമോ? എന്നെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ? അതുകൊണ്ടൊന്നും അല്ല. ആ, നിധിയുടെ ഫോൺ അടിക്കുന്നു. ഞാൻ ഗോപി സാറാണ്. സുഭാഷ് ചേട്ടാ, 1 മിനിറ്റ്, ഇപ്പം വരാം. കുട്ടി, ഞാനൊരു കാര്യം കേട്ടല്ലോ. അന്നേ ഞാൻ ഇത് പറഞ്ഞല്ലേ ഇതിനൊന്നും പോവാൻ നിൽക്കണ്ട എന്ന്. അന്ന് ഡിവോഴ്സിന് മാത്രമേ പോയിട്ടുള്ളൂ. ഇപ്പം കോടതി വരെ കേസ് എത്തിച്ചല്ലോ. ഇയാളുടെ വിചാരം എന്താ? ഡിവോഴ്സ് എന്താ കുഞ്ഞുകളിയാണോ? ഇതാരാ സാറിനോട് പറഞ്ഞു തന്നേ? അല്ല, ഇതൊക്കെ ആരാ കൃത്യമായിട്ട് സാറിനോട് പറഞ്ഞു തന്നേ? അതെന്തിനാ താൻ അറിയുന്നേ? ഞങ്ങൾ തമ്മിലുള്ള ഒരുമിച്ചുള്ള ജീവിതം ശരിയാവില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരുമിച്ചൊരു തീരുമാനം എടുത്തത്. അതെങ്ങനെ ശരിയാകും? സ്വന്തം ഇഷ്ടപ്രകാരം ഒരു കല്യാണം കഴിച്ചിട്ട് 6 മാസം പോലും ഒരുമിച്ച് ജീവിക്കാതെ ഇപ്പം ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഞങ്ങൾ എത്രമാത്രം കഷ്ടപ്പെട്ടു എന്നറിയാമോ? ഞങ്ങളെടുത്ത എഫർട്ടിന് ഒരു വിലയില്ലാതായില്ലയോ? എന്താ കുട്ടി, കല്യാണക്കാര്യം പോലും അവരോട് പറഞ്ഞില്ല. ഡിവോഴ്സിൻ്റെ കാര്യമെങ്കിലും അവരോട് പറഞ്ഞൂടെ? സുധീഷ് അടുത്ത് നിന്ന് പറയുന്നു, നിധി ഒന്ന് വരട്ടാൻ നോക്ക്. പിന്നെ ഡിവോഴ്സിൻ്റെ കാര്യം പറഞ്ഞ് അവളെ വരട്ടാൻ നോക്കാൻ പറ്റുമോ? പോലീസിന് കേസെടുക്കാൻ പറ്റുമോ? നീ ഒന്നും മിണ്ടാതിരി. പോലീസായി നടത്തിവിട്ട കല്യാണമാണ് ഇത്. നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നത് ഞങ്ങൾക്ക് അന്വേഷിച്ചേ പറ്റൂ. ഞങ്ങളുടെ കടമയാണ് അത്. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഭർത്താവുമായിട്ട് ഒരുമിച്ച് ജീവിക്കാമെന്ന് തീരുമാനിക്കുക. എന്നിട്ട് കേസ് കോടതിയിൽ നിന്ന് പിൻവലിക്ക്. നിങ്ങൾ രണ്ടുപേരും സംസാരിച്ച് ശരിയാക്കിയിട്ട് എന്നെ വിളിക്കാൻ നോക്ക്. ഇനി കേസ് കോടതി എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഞാനിങ്ങനെ വിളിക്കാൻ നിൽക്കത്തില്ല. സാർ വെച്ചോ. സാറേ, കലയ്ക്ക് സൂപ്പറായിട്ടുണ്ട്. എന്നെ നീ ഇങ്ങനെ പുകഴ്ത്താൻ നിൽക്കണ്ട. പറഞ്ഞ കാശ് പറഞ്ഞ തീയതിയെ എത്തിച്ചില്ലേ എനിക്ക് പറഞ്ഞത് മാറ്റി പറയാനും അറിയാം. നിധി അപ്പം മനസ്സിൽ പറയുന്നു, ഇതൊക്കെ ആര് ഇവരോട് പറഞ്ഞു? ഇത്തരം കാര്യങ്ങളിൽ പോലീസ് ഇടപെടാറില്ലല്ലോ. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണേ.